തനിയെ ഏങ്ങുന്നിതാ. ഉദയന്നൂരിൽ നിന്ന് വിദ്യാഭാരതി വഴി എന്റെ കയ്യിലെത്തേണ്ട പല സ്വത്തും നന്ദനയിലേക്ക് പോയി. കുന്നത്തൂര് കാർത്തിക അനുഭവിക്കേണ്ട ചില സ്വത്തുക്കളും നന്ദനയിലേക്ക് പോയി. ഇനി അവളുടെ കയ്യിൽ നിന്ന് ആ സ്വത്ത് മുഴുവൻ ഏതോ ഒരു പെൺകുട്ടിയിലേക്ക് പോകാന്ന് വെച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഒന്നാകണ്ടേ? വേണ്ടേ? ഓ, അതാണോ? ആവണം പ്രതാപേട്ട, തീർച്ചയായും ഒന്നാവണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേട്ടിടത്തോളം നന്ദനയുടെ വളർത്തുപുത്രിയായി വന്നിരിക്കുന്നത് രാജയോഗമുള്ളൊരു പെൺകുട്ടിയാ. വെറും രാജയോഗമല്ല, മഹാരാജയോഗമുള്ള ജന്മോ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാ ഇപ്പോഴേ അവളുടെ പേരിൽ വന്ന് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. എന്ത് വേണമെന്ന് പ്രതാപേട്ടൻ തന്നെ പറ. ആ കുട്ടിയുടെ ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അവൾ എത്രത്തോളം പോകുമെന്നറിഞ്ഞെങ്കിലല്ലേ എവിടെ കെണിവെക്കണമെന്ന് ആലോചിക്കാൻ പറ്റൂ. പക്ഷേ എങ്ങനെ നമ്മളത് അറിയും? ജ്യോത്സ്യൻ, പ്യുവർ ആസ്ട്രോളജർ. ഒരു ജ്യോത്സ്യരെ കാണുക തന്നെ. എന്തു പറ്റി ജ്യോത്സ്യരെ? എന്താ ഒരു ആലോചന? പ്രശ്നമാണ്. ആകെ പ്രശ്നം വർമ്മ സാറേ. ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച മിക്കവാറും ഫ്യൂസ് ഊരും. ഫ്യൂസ് ഊരുന്നോ? ആരുടെ? എന്റെ. ഞാൻ കറണ്ട് ചാർജ് അടയ്ക്കാൻ മറന്നു. പ്രശ്ന. എന്നാലും അങ്ങനെ സംഭവിക്കണതല്ല. അതെ, നിങ്ങളുടെ പ്രശ്നം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ പ്രശ്നത്തിനെ പറ്റി പറ. ആയിക്കോട്ടെ. ഈ ഇരിക്കുന്ന കാർത്തിക ഉറങ്ങിയിട്ട് എത്ര ദിവസമായിന്ന് ജ്യോത്സ്യർക്ക് അറിയോ? കോലോത്ത് വളർത്തുപുത്രിയായി വന്നിരിക്കുന്ന കുട്ടി അല്ലേ? എന്തു പ്രായമുണ്ട്? എനിക്ക് 31 വയസ്സ് കഴിഞ്ഞു. കാർത്തികയുടെ നമ്മുടെ അല്ല, ആ കുട്ടിയുടെ പ്രായമാണ് ചോദിച്ചത്. ഒരു 2-2.5 വയസ്സ് വരും. ജന്മനക്ഷത്രം, ജന്മസമയം എല്ലാം കുറിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തരിക. അയ്യോ ജ്യോത്സ്യരെ, അതൊന്നും അറിയില്ല. ഇല്ലേ? അത് അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതല്ലേ? ഓ, എപ്പ ജനിച്ചതാണെന്നും എങ്ങനെ ഉണ്ടായതാണെന്നും ആർക്കറിയാൻ പറ്റും? കുട്ടിയുടെ ജന്മനക്ഷത്രം അറിയില്ലേ? ഇല്ല. പിന്നെങ്ങനെയാ? കുറഞ്ഞ പക്ഷം കുട്ടിയുടെ ജന്മനാളെങ്കിലും അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല സാറേ. കൊച്ചിന്റെ ഫോട്ടോ എന്റെ ഫോണിലുണ്ട്. അത് കണ്ടാൽ എന്തെങ്കിലും ലക്ഷണം പറയാൻ പറ്റില്ലേ? അതെ, മുഖലക്ഷണം നോക്കി ലക്ഷണം പറയുന്ന ആളല്ല ഞാൻ. അതിനു വല്ല കൈനോട്ടക്കാരെയും കാണണം. ജ്യോത്സ്യരെ, വലിയ പ്രതീക്ഷയോടെ വന്നതാ ഞങ്ങള്. ആ കുട്ടി വളർന്നു വന്നാൽ കാർത്തികയ്ക്ക് പലതും നഷ്ടപ്പെടും. അപ്പതിന്റെ ഭാവിയെ പറ്റി അറിഞ്ഞാൽ അതുപോലെ കാര്യങ്ങൾ ചെയ്യാലോ. അതായിരുന്നു ഉദ്ദേശം. അത് പിന്നെ ഒരു സൂചന പോലും ഇല്ലാണ്ട് ഇരുട്ട് തപ്പിയിട്ട് എന്താ കാര്യം? ഒരുപാട് പ്രതീക്ഷയോടെ ഇങ്ങോട്ട് വന്നത്. ആ കുട്ടിയുടെ ഐശ്വര്യത്തിന് വിഘ്നമുണ്ടാക്കിയാൽ മതിയോ? എന്നാലും മതി. അതിന്റെ വളർച്ച മുരടിക്കണം. നേട്ടങ്ങൾ ഉണ്ടാവരുത്. ദോഷങ്ങൾ ഭവിക്കുകയും വേണം. അത് മതി. അതിനുള്ള വിദ്യ ഉണ്ടോ ജ്യോത്സ്യരുടെ കയ്യിൽ? ഒരു പ്രസ്ഥാനം കൊണ്ടിരിക്കുകയല്ലേ സാറേ ഞാൻ.
ചില പൊടിക്കൈകളൊക്കെ ഇല്ലാണ്ട് പറ്റുമോ? എന്നാ ഇപ്പൊ പറഞ്ഞ പൊടിക്കൈ ഇങ്ങോട്ട് എടുക്കുക. അല്പം കടന്ന കൈയായാലും യാതൊരു തകരാറുമില്ല. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഓ, ഈശ്വര. ഓം വിഘ്നേശ്വരായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഈ ചരട് കുട്ടിയുടെ ദേഹത്ത് കെട്ടണം. ദോഷഫലങ്ങൾ ഉണ്ടാവും. ജപിച്ചു വെച്ചിരുന്ന ചരടാണ്. ആണോ? വെറും ദോഷങ്ങളല്ല, ബാലാരിഷ്ടതകളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. കൊച്ചിനെ വളർത്തുന്നവരും കണ്ടമാനം അനുഭവിക്കും. അത്രയുണ്ടാവോ? വെറ്റിലയിലെ ഈ ഭസ്മം കുട്ടിയുടെ ഉള്ളിൽ ചെല്ലുക കൂടി ചെയ്താൽ ദോഷങ്ങൾ ഇരട്ടിക്കും. ദൈവമേ, അനർത്ഥങ്ങൾ അനവധിയായിരിക്കും. കാർത്തിക കേട്ടല്ലോ. ഭസ്മം എങ്ങനെയും കൊച്ചിനെ കഴിപ്പിക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. എങ്കിൽ ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് വാങ്ങാ. ഈശ്വരോ രക്ഷ. ദക്ഷിണ. അതെ, ഞാനേ ചില്ലറ എടുത്തില്ല, അതുകൊണ്ടാ. അഞ്ഞൂറ് 500. അഞ്ഞൂറ് 500 വേണമെന്നേ. ആ, ഓക്കെ. ആ ദക്ഷിണ അങ്ങോട്ട് വാങ്ങിച്ചാട്ടാ ജോത്സ്യരെ. ഓ, ഐശ്വര്യായി. സൂക്ഷിക്കണം. ജപിച്ച ചരട് കുട്ടിയുടെ ശരീരത്തിൽ കെട്ടണം. ഭസ്മം ഉള്ളിൽ ചെല്ലണം. അതോടെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. എന്റെ വടക്കുന്നാഥാ. ഇതാരാ ഇരിക്കുന്നത്? ആഹാ, ചെറിയമ്മയുടെ പൊന്നുമോളാണോ? ആഹാ, പിന്നെ ആഹാ, അച്ഛന്റെ പൊന്നുമോളല്ല, പിച്ചളയാ. ഓ അയ്യടാ. സുന്ദരിക്കുട്ടിക്ക് ചെറിയമ്മ ഒരു സമ്മാനം തരട്ടെ? ആഹാ, നോക്കി. ആ, ഈ കറുത്ത ചരടങ്ങോട്ടൊന്ന് കെട്ടിയാലേ തുമ്പി പൂത്തുമ്പിയാവും, പിന്നെ പൂവാലൻ തുമ്പിയാവും. കൈ നീട്ടിക്കേ. കൈ കാണിക്കും മോളെ. അമ്പോറ്റിയുടെ അടുത്ത് പൂജിച്ച ചരടാ. കാണിച്ചേ. ആ, എങ്ങനെയുണ്ട്?
ദൈവമേ, ജോത്സ്യൻ പറഞ്ഞത് അതുപോലെ സംഭവിക്കണേ. മിടുക്കി കേട്ടോ. ചെറിയമ്മയുടെ മോള് സുന്ദര കുട്ടിയ. ഇത് കളയല്ലേ? എന്താ ചേച്ചി? ചരട്. ചരടോ? ആ, പിന്നെ പലരും വന്ന് കാണുന്നതല്ലേ. കുഞ്ഞിന് കണ്ണ് കെട്ടാതിരിക്കാൻ ഞാൻ പ്രത്യേകം പൂജിച്ച് വാങ്ങിച്ച ചരടാ. അമ്മയുടെ മോള് വാ. മോളെ ഒന്ന് കാണിക്ക. അമ്മ നോക്കട്ടെ. എവിടെ? ഇതെവിടെ പൂജിച്ചതാ? അമ്പലത്തില്. ഈ ചരട് കയ്യിലുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ദൃഷ്ടിദോഷവും ഉണ്ടാവില്ല. നമ്മുടെ തുമ്പിയെ കണ്ട ആരായാലും ഒന്ന് നോക്കിപ്പോവും. ചില കരിങ്കണ്ണന്മാരും കരിങ്കണ്ണികളും ഉണ്ട്. അവര് നോക്കിയാ മതി. നമുക്കിപ്പോ പോവാട്ടോ. അതിനുള്ള പ്രതിവിധിയായി ചരട്. ദാ, അത് കയ്യിലോട്ട് കെട്ടിയപ്പോ തന്നെ കുഞ്ഞിനൊരു മാറ്റമില്ലേ? മോൾക്ക് ഇഷ്ടായോ? കണ്ട, അവക്ക് കാര്യം മനസ്സിലായി. ഇങ്ങ് വാ മോളെ. ആ നന്ദനെ, ദാ, ഈ ജ്യൂസോട് കുഞ്ഞിന് കൊടുക്കണേ. ഞാൻ കൊടുത്താ കഴിക്കില്ല. കളയല്ലേ? അമ്മ ജ്യൂസ് തരാട്ടോ. വാ. എന്താ പറഞ്ഞ ചെറിയമ്മ? ജ്യൂസ് കുടിക്ക. കളയല്ലേ? കുടിക്ക തുമ്പി. കുടിച്ചോട്ടോ. ദേ, ഇത് മുഴുവൻ കുടിക്കണേ. കുടിച്ചോട്ടോ. ഹലോ കാർത്തികേ. പ്രതാപേട്ടൻ തിരക്കിലാണോ? ഏയ്, അഥവാണെങ്കിൽ എന്താ? കാർത്തിക വിളിച്ചാൽ എല്ലാ തിരക്കും ഞാൻ മാറ്റിവെക്കത്തില്ലേ? പറയൂ മോളൂ. ജോത്സ്യൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ചരട് കെട്ടി ഭസ്മവും കൊടുത്തു. അതെ, നന്ദനയുടെ കൈകൊണ്ട് തന്നെ ഞാൻ ഭസ്മം കൊടുപ്പിച്ചത്. മിടുക്കി. ഇനി കാണാം കഥ മാറുന്നത്. കഷ്ടകാലം തുടങ്ങാൻ പോവല്ലേ? ജോത്സ്യൻ പറഞ്ഞത് അതേപടി നടക്കുമായിരിക്കും അല്ലേ? സംശയം എന്താ? നമ്മൾ നേരിട്ട് കാണാൻ പോവല്ലേ? കുഴപ്പങ്ങൾ ഉടൻ ആരംഭിക്കും കാർത്തികേ. അസുഖകരമായ വാർത്തകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് മതി. കാർത്തികേച്ചി, അതെ, നന്ദന വിളിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ വെച്ചോളൂ, പിന്നെ വിളിക്കാം. ശരിയാ. എതിയേട്ടനായിരുന്നോ ഫോണില്? അല്ല, പ്ലംബറാ. ഒരു പൈപ്പ് ശരിയാക്കാനുണ്ടെന്നുള്ള കാര്യം പറയാൻ ഞാൻ വിളിച്ചതാ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എതിയേട്ടനായിരുന്നെങ്കിൽ പറയായിരുന്നു. എന്ത് ഗുഡ് ന്യൂസ്? നമ്മുടെ ടൂറിസ്റ്റ് ഹോമുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടായിരുന്ന അറിയില്ലേ? അത് സ്ഥലത്തിന്റെ തർക്കമല്ലേ? നമ്മൾ സർക്കാർ ഭൂമി കയ്യേറിയതാണെന്ന് കാണിച്ചാ ഒരാൾ പരാതി കൊടുത്തിരുന്നത്. അത് സർക്കാർ വക ഭൂമി അല്ലെന്നുള്ളതാ സത്യം. അല്ല, കേസ് തുടങ്ങിയിട്ട് കുറെ വർഷമായില്ലേ? ഇന്ന് അതിന്റെ വിധി വന്നു. നമുക്ക് അനുകൂലം. അത് സർക്കാർ വക അല്ലെന്നും കുന്നത്തൂർ കോവിലകത്തിന്റെ പേരിലുള്ള സ്ഥലമാണെന്നും കോടതി കണ്ടെത്തി. പരാതി കൊടുത്ത ആള് കോടതി ചെലവിനുള്ള തുക കെട്ടിവെക്കണം. നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടതാ.
വക്കീൽ അത് വേണ്ടെന്ന് പറഞ്ഞു. എന്തിനാ വല്ലവരുടെയും പണം? ചുരുക്കത്തില് നമ്മള് കേസ് ജയിച്ചു. അതേന്ന് ഒരുപാട് സന്തോഷമുള്ള കാര്യ. ഇവിടെ ഒരാള് പറഞ്ഞത് എന്താന്നോ, ഇത് നമ്മുടെ തുമ്പി കൊണ്ടുവന്ന വിജയാണെന്ന്. ആഹാ. തുമ്പി കൊണ്ടുവന്ന വിജയം. കുഴപ്പങ്ങൾ ഉടൻ ആരംഭിക്കും കാർത്തികേ. അസുഖകരമായ വാർത്തകൾ വരാനിരിക്കുന്നത്. പോയി ഹലോ, ആ JP, ഞാൻ വിളിച്ചിരുന്നു. ഏയ് സാരമില്ല. എന്റെ ജൂനിയറായിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച ഒരു പ്രസാദ് പണിക്കർ ഓർക്കുന്നുണ്ടോ? പ്രകാശ് പണിക്കരല്ല, പ്രസാദ് പണിക്കർ. ആ, അയാൾ തന്നെ. നമ്മുടെ ശാസ്താംകോട്ട കോളേജില് ക്യാമ്പിൽ വെച്ച് കണ്ടിരുന്നില്ലേ? അയ്യോ, എന്റെ തുമ്പി എന്താ ഇത്? എന്തേ കാണിച്ചതൊക്കെ? ഇവളുടെ കാര്യം. ഇതാരെ കീറിയേ? പറഞ്ഞ മനസ്സിലാവില്ലേ തുമ്പിക്ക്? അച്ഛന്റെ പേപ്പറും പേനയൊക്കെ എടുക്കാൻ ആര് പറഞ്ഞു? പറഞ്ഞത് മനസ്സിലായില്ലേ തുമ്പിക്ക്? തുമ്പി അമ്മ പറഞ്ഞത് മനസ്സിലായില്ലേന്ന്? എന്ത് തുമ്പി കാണിച്ചേ? ഇപ്പൊ അച്ഛൻ വന്ന വഴക്ക് കിട്ടില്ലേ നിനക്ക്? എന്ത് പണിയാ മോളെ കാണിച്ചേ? പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ തുമ്പിക്ക്? അച്ഛന്റെ പേപ്പറും പേനൊക്കെ എടുക്കാൻ ആര് പറഞ്ഞു നിന്നോട്? ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന നോക്കി. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്തിനെടുത്തേ? എന്താ ഇവിടെ? എന്താ ഉണ്ടായത്? ഇത് കണ്ടോ? ഞാൻ വന്നപ്പോ പേപ്പർ എത്രയും വാരി വലിച്ചിട്ടിരിക്കുക. നോക്കി പെരുന്ന് കുത്തി വരയ്ക്കുന്നു. എല്ലാം നശിപ്പിച്ചെന്നാ തോന്നുന്നേ. തുമ്പിയാണോ അങ്ങനെ ചെയ്തത്? പറയൂ, തുമ്പിയാണോന്ന്. എന്ത് പടാ മോള് വരച്ചത്? ആഹാ, പൂവാണല്ലോ വരച്ചിരിക്കുന്നത്. ഇത് കൊള്ളാലോ. അമ്മ ചീത്ത പറഞ്ഞോ തുമ്പിയെ? നല്ല പൂവാട്ടോ വരച്ചത്. നല്ല മണമുള്ള പൂവാണല്ലോ. അച്ഛൻ കളർ പെൻസിലും നല്ല പേപ്പറും ഒക്കെ വാങ്ങിച്ചു തരാട്ടോ. വഴക്ക് പറയുന്നേ? തുമ്പിയാണോ കുഞ്ഞ്, അതോ താനാണോ? കണ്ടതല്ലേ തുമ്പി എന്താ കാണിച്ചെന്ന്. അതിന് സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ഞാൻ പിന്നെ തുമ്പിയെ പിടിച്ച് അടി കൊടുക്കണമായിരുന്നു. മേലാൽ ഇങ്ങനെ ചെയ്യാത്ത രീതിയിൽ വഴക്ക് പറയണായിരുന്നു. അരുതാത്ത ചെയ്താൽ വഴക്ക് പറയും,
വേണ്ടി വന്ന തല്ലും കൊടുക്കും. പക്ഷേ അതിനുള്ള പ്രായമാവണം. ഇപ്പൊ വെറും കുഞ്ഞാണ് തുമ്പി. അവളുടെ നോട്ടത്തിൽ ഈ ലോകം അവൾക്ക് വേണ്ടിയുള്ളതാണ്. എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പറ് കാറ്റടിച്ചു പറന്ന കാറ്റിനെ ചീത്ത പറയുന്ന ആളാ. പേന ആരെങ്കിലും തൊട്ടാ പിന്നെ കലഹമാണ്. എന്നിട്ടിപ്പോ ശരിയാണ്. എൻ്റെ പേനയും പേപ്പറും ഒക്കെ മറ്റാരെങ്കിലും തൊടുന്ന പോലും എനിക്കിഷ്ടമല്ല. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്കിപ്പോൾ ഇഷ്ടം തുമ്പിയാണ്. നമ്മൾ സംരക്ഷിക്കുന്നത് കടലാസിനെയും പേനയല്ല, തുമ്പിയാണ്. പക്ഷേ തർക്കിക്കേണ്ടത് എന്തിനാ? ഇക്കാര്യത്തിൽ ഞാൻ തൻ്റെ പക്ഷത്തല്ല. താൻ കുറെ കൂടി സംയമനം പാലിക്കണം. തിരിച്ചറിവായിട്ടില്ലാത്തൊരു കുഞ്ഞിനോട് ഇത്രയും ക്ഷോഭിച്ച് സംസാരിക്കുന്നത് മിടുക്കല്ല. താനാ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ശരിയാവില്ല.